പൊയ്യാറമഠം ഓം ശ്രീ വിഷ്ണുമായ നമഃ. ഞാൻ ഷെറിൻ, പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠം. ഒരുപാട് പ്രശ്നങ്ങളായിട്ട് എന്നെ ആൾക്കാർ വിളിക്കാറുണ്ട്. അപ്പോൾ വിളിക്കുമ്പോൾ ഒരു പക്ഷേ ഒരുവിധ എല്ലാ അമ്പലങ്ങളിലും പോയതിന് ശേഷമാണ് പൊയ്യാറമഠം പോലെയുള്ള നമ്മുടെ സ്ഥലത്തേക്ക് ആൾക്കാർ വരെ. ഇപ്പോഴാണല്ലോ നമ്മളെ കുറിച്ചിട്ടേക്കും ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയത്. അപ്പോൾ അത് കാരണം എല്ലാവിടെയും പോയ അനുഭവങ്ങൾ വെച്ച്, അത് തലയിൽ വെച്ച് അവരുടെ കാര്യങ്ങളൊന്നും നടക്കാത്ത അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ടാണ് വരാറ്. അപ്പൊ നമ്മുടെ അടുത്തേക്ക് അവർ വരുമ്പോൾ ഇതുപോലെയുള്ള ചിന്തകളുമായിട്ടാണ് വരാം. പക്ഷെ ഞാൻ അവരോട്, ഓക്കെ, നിങ്ങൾ വരൂ, നിങ്ങളുടെ പ്രശ്നം എന്താണ്, നമ്മൾ ആ പ്രശ്നം നോക്കട്ടെ, അതിന് വേണ്ട ഒരു ചെറിയ വഴിപാട് ചെയ്യൂ, നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന വഴിപാട് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് അവരെടുത്ത് ആദ്യം കൃത്യമായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കും, എന്താണ് ഇവരുടെ ആക്ച്വൽ പ്രോബ്ലം എന്നുള്ളത്. അത് മനസ്സിലാക്കിയിട്ട് ഇവർക്ക് അതിനനുസൃതമായിട്ട് വിഷ്ണുമായ സ്വാമിക്കും ചാത്തന്മാർക്കും എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്, അത് ഏത് ചെയ്താലാണ് വിജയിക്കുക എന്നുള്ളത് ആൾക്കാർക്ക് അറിയില്ല. അതെങ്ങനെ ചെയ്യണം എന്നും കൂടി ഉണ്ട്, അത് എപ്പോഴാണ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ളതുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾ പങ്കെടുക്കേണ്ടതായിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങൾ എടുക്കേണ്ടതായിട്ടുള്ള ദിനചര്യകൾ എങ്ങനെയാണ്, ഏത് സമയത്താണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, ഇതൊന്നും ഇവർക്ക് അറിയില്ല. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി കൊടുത്തിട്ട് ഇവരുടെ കാര്യങ്ങൾ നമ്മൾ ശരിയാക്കി കൊടുക്കും. അതായത് അവർക്ക് അതൊരു അനുഭവമാക്കും. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനസ്സിലായി ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുമ്പോൾ പിന്നീട് അവർക്ക് അടുത്തൊരു പ്രോബ്ലം വരുമ്പോൾ അവർ ധൈര്യമായിട്ട് നമ്മളുടെ അടുത്ത് വിളിച്ച് എന്തിനും തയ്യാറാകുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നാലും അതൊരു പോസിറ്റീവ് വശം. പക്ഷെ ഞാൻ പലരുടെ അടുത്തും ഇങ്ങനത്തെ ഒരു കാര്യം പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാർ എന്ത് ചിന്തിക്കുക, ഓക്കെ, ഇത് ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ്, ഇത് അവന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നതാണ് എന്ന രീതിയിൽ ചിന്തിക്കാം. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്നവരുടെ അടുത്താണ് ഞാൻ പറയുന്നത്, നമുക്ക് ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, നമുക്ക് കേസ് കൊടുക്കാൻ പറ്റും, നമുക്ക് വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരെ വെച്ചിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് പണം കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ആൾക്കാർ എങ്ങടെ പോവുക, അവർക്ക് പണം തരാൻ തോന്നണം, അങ്ങനെ ഒരു വികാരം ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ആൾക്കാർ പലപ്പോഴും വിഷ്ണുമായ ക്ഷേത്രങ്ങളിലേക്ക് വരുന്നത്. ഇതുപോലെ തന്നെയാണ് പല കാര്യങ്ങളും. ഞാനൊരു എക്സാമ്പിളായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെ പലപ്പോഴും ആ പ്രോസസ്സ് എടുക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ ഒരു പോസിറ്റീവ് അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എന്നുവെച്ചാൽ ഡിലേ ആവാറില്ല. അവരുടെ ആ ഒരു ചിലപ്പോൾ ഈഗോ പ്രോബ്ലംസ് ആവും, ചിലപ്പോൾ അവരുടെ എനർജി തമ്മിലുള്ള ഒരു പ്രോബ്ലംസ് ആവും. അങ്ങനെ അവർക്ക് കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാവും. അത് അറിയണം, അതെങ്ങനെ ചെയ്യണം, അത് ഏത് രീതിയിലാണ് ചെയ്യണം. ആ ഓരോ കേസും സെപ്പറേറ്റ് ആണ്. അത് പഠിച്ച് ചെയ്താൽ സാമ്പത്തികം കിട്ടാതിരിക്കുന്ന അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള ബ്ലോക്കുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങൾ തീരും. അപ്പോൾ അങ്ങനെയൊക്കെയും തീരും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പല കാര്യങ്ങളും ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ആൾക്കാർ പോണേ. ഇപ്പൊ ഞാൻ പറയണ ഇങ്ങനെ ഒരു കാര്യങ്ങളൊന്നും ഒരു അമ്പലങ്ങളിലും നടക്കില്ല. ഈ പറയണ കാര്യങ്ങളൊന്നും പ്രാക്ടിക്കൽ അല്ല. ഒരാളുടെയും സ്നേഹം കൂടുതൽ ഉണ്ടാക്കാൻ പറ്റില്ല, ഒരാൾക്ക് അട്രാക്ഷൻ ഉണ്ടാക്കാൻ പറ്റില്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ആ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് രക്ഷപ്പെടാനായിട്ട് പറ്റില്ല. അതൊക്കെ വെറും അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ എത്ര പേര് അത് വിശ്വസിക്കുക? അങ്ങനെയല്ലാതെ നടക്കുന്ന കാര്യം അനുഭവമുള്ള ആൾക്കാർ കൂടി ഉണ്ട്. അതായത് നമ്മൾ എന്താണോ പറയണേ അതിന് ഓപ്പോസിറ്റ് പറയാനാണ് ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവുക. അപ്പൊ ഞാൻ എന്താ പറയണെന്ന് വെച്ചാൽ നടന്നിട്ടുള്ള ആൾക്കാരോട് ഉള്ളത് കൊണ്ടാണ് ഈ ഒരു പ്രോസസ്സിലേക്ക് ആൾക്കാർ വരുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിഷ്ണുമായ സ്വാമിക്കും ചാത്തന്മാർക്കും ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ പൂജകളും ചെയ്തിട്ടാണ് എൻ്റെ കർമ്മ മേഖലയിലേക്ക് പോവുക. ഈവൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബിസിനസ് ആവട്ടെ, ഇല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആവട്ടെ, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള മാർക്കറ്റിംഗ് ആയിട്ട് ഒരു സാമ്പത്തിക ഇടപാട് നടക്കുന്ന ഒരു പരിപാടി ആവട്ടെ, ഞാൻ സ്വാമിയുടെ പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൽ നിന്ന് അത് എന്താവും എന്നുള്ളത് മുൻകൂട്ടി കണ്ട് ആ പ്രശ്നങ്ങൾക്ക് എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ അതിൽ പോവാറ്. എൻ്റെ അങ്ങനെയുള്ള തീരുമാനങ്ങൾ 99.9% ഞാൻ പറയില്ല, 100% എൻ്റെ ക്ലിയർ ആയിട്ടുണ്ട്. അതങ്ങനെ ഞാൻ എന്ന് ചെയ്തു തുടങ്ങിയോ അന്ന് മുതലാണ് ഞാൻ വിജയിച്ച് കയറി തുടങ്ങിയത്. മറ്റേത് അങ്ങനെയല്ല, നമ്മളൊരു തീരുമാനം എടുക്കും, നമ്മളുടേതായ ഒരു ബുദ്ധിപരമായ സ്ട്രാറ്റജി എടുക്കും, നമ്മൾ പോയി ഡിസ്കസ് ചെയ്യും. പക്ഷെ ആ ഡിസ്കസ് ചെയ്യുന്ന ബിസിനസ് ഡീലുകൾ ഒന്നും നടക്കാറില്ല. അത് നമ്മുടെ ബുദ്ധിയോ കാര്യങ്ങളല്ല, നമ്മൾ വിചാരിക്കുകയാണ് നമ്മളാണ് ഇതെല്ലാം ചെയ്യണത്. അല്ല, ഒരു ലക്ക് ഉണ്ട് അവിടെ. എപ്പോഴും ഒരു അത്ഭുതം ഉണ്ട്. ചില കാര്യങ്ങൾക്ക് ചിലവർക്ക് ആ സമയത്ത് അങ്ങോട്ട് തോന്നി അങ്ങോട്ട് കിട്ടും. ഇന്നാ ഒരു രൂപ ഒരാൾക്ക് കൊടുക്കാത്ത ആളാവും ചിലപ്പോൾ. നമ്മൾ അവിടെ അടുത്ത് വെറുതെ പോയിട്ട് കയറി നിന്നിട്ട് എനിക്കൊരു 10 ലക്ഷം രൂപയുടെ ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ആ 10 ലക്ഷം ചിലപ്പോൾ അദ്ദേഹമാണ് തരാന്ന്. ആൾ ഇന്നേ വരെ ചിലപ്പോൾ ഒരാൾക്ക് 1 രൂപ കൊടുത്തിട്ടുണ്ടാവില്ല. പക്ഷെ ഈ വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ടാവും. അതൊക്കെയാണ് ഒരു അത്ഭുതം എന്ന് പറയുന്നത്. കാരണം മനുഷ്യൻ എപ്പോഴും എന്ത് തോന്നാന്ന് ആർക്കും അറിയില്ല.
അപ്പൊ ഏത് കാര്യങ്ങളും നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അവന്റെ തലയിൽ അല്ലെങ്കിൽ അവന്റെ ചിന്തകളിൽ മാറ്റം വരുത്താൻ പറ്റുന്നത് മാന്ത്രികപരമായിട്ടുള്ളതും ദൈവികപരമായ കാര്യങ്ങൾക്ക് ഭയങ്കര വലിയ സാധ്യതയാണ്. അപ്പൊ പൊയ്യാറം മഠത്തിൽ വന്ന് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഓൺലൈനായിട്ട് വിളിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്, വഴിപാടുകൾ എന്ത് ചെയ്യണം. ഞാൻ വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോകാറുള്ളൂ. അതിനുള്ളൊരു സമയവും അതിനു വേണ്ടി എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല പറയണത്. പക്ഷെ അത് ചെയ്യാൻ വരെ ആൾക്കാർക്ക് മടിയാണ് സത്യം പറഞ്ഞാൽ. എത്ര രൂപയാണ് സ്വാമി പറയണേ, ഞാൻ അത് ഗൂഗിൾ പേ ചെയ്തുതരാം. പിന്നെ അവർ അതിന്റെ ഫ്രീ ആയിട്ട് പോകുന്ന കാര്യമാണ് വരുന്നത്. ഞാൻ ചോദിക്കുന്നു, ഓക്കെ, എല്ലാവരുടെ മനസ്സിലും അങ്ങനെയുള്ള മടികൾ ഉണ്ടാവും, മടി തോന്നും. ഇപ്പൊ ഈവനായി ഞാൻ എൻ്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മൾ വഴിപാട് ചെയ്യുന്നു, അത് നടക്കുന്നുണ്ട്, നമ്മൾ അങ്ങനെ പോവാറഞ്ഞ പതിവ്. നമുക്ക് അതിന്റെ പിന്നിൽ നടക്കാനായിട്ടുള്ള കുറച്ച് മനുഷ്യന്മാർക്ക് മടി ഉണ്ടാവുള്ളൂ, അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞ ആ മടി നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയത്ത് ആ ചെറിയൊന്നും മടി ഒന്ന് മാറ്റി വെക്കി. എന്നിട്ട് നിങ്ങളൊരു 90 മുതൽ ഒരു 150 ദിവസം ഇതിന്റെ ഒരു മിറാക്കിള്, ഇതിന്റെ ഒരു അത്ഭുതം മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ നിൽക്ക്. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞ് ഇവിടെ വന്ന് പൂജ ചെയ്ത ആൾക്കാർ ഞാൻ പറയും നാളെ നടക്കില്ല കേട്ടോ. നിങ്ങളൊരു മിനിമം 1 മാസം മുതൽ 3 മാസം വരെ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ട് ചെയ്യും. ഞാനിവിടെ പ്രോസസ്സുകൾ ചെയ്യും. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അവർ വിളിച്ച് പറഞ്ഞാൽ അതിനുവേണ്ടി നമ്മൾ നോക്കി സ്വാമി എന്താണ് പറയണേന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് ഞാൻ കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവർ പറയും ഇന്ന ഒരു ദിവസം ഞാൻ വരാട്ടാ, ഞാൻ അറ്റൻഡ് ചെയ്യാം. ഇല്ലെങ്കിൽ ഔട്ട്സൈഡ് ഉള്ള ആളാണെങ്കിൽ ഇന്ന സമയത്ത് സ്വാമിയെ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കാം. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ചെയ്തിട്ട് എന്താണെന്നൊന്ന് രാശി നോക്കിയിട്ട് അങ്ങനെ ചെയ്തുള്ള എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് നടന്നിട്ടുണ്ട്. അതൊരു അത്ഭുതമാണ്, അതൊരു സത്യമാണ്. അങ്ങനെ നടക്കും. ശരിക്കും പറഞ്ഞാൽ അത്രയും പവർഫുള്ളാണ് ശരിക്കും പറഞ്ഞാൽ ദൈവീകപരമായ കാര്യങ്ങളും. ദൈവത്തിന്റെ ഒരു ദൈവത്തിന് നടക്കാത്ത സത്യത്തിൽ എന്തുട്ടുള്ളത്, ദൈവത്തിന് എല്ലാം നടക്കും. അപ്പൊ വിഷ്ണുമായ സ്വാമി ചാത്തന്മാരും ദൈവമാണ്. അപ്പൊ നമ്മൾ അതിനു വേണ്ടി കൃത്യമായി ഇരിക്കുകയും അത് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരൊറ്റ പോയിന്റ് ഓഫ് വ്യൂലാണെങ്കിണ്ടല്ലോ നടന്നിരിക്കും. നമ്മൾ നടത്തണം എന്നുള്ള ഉദ്ദേശമുള്ള ആളായിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് അങ്ങനെ നടത്തിയെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുള്ള ഒരാളുണ്ടാവണം. അത് ചെയ്തു തരണം. വെറുതെ ഇങ്ങനെ പറഞ്ഞു ഓക്കെ നമ്മള് നടന്നോളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. അതിനു വേണ്ടി അതിന്റെ പിന്നിൽ നടക്കാനുള്ളൊരു മനസ്സുള്ള ഒരാളുണ്ടാവണം. അതുപോലെ നിങ്ങൾക്കും ആ മനസ്സുണ്ടാവണം. നിങ്ങൾ ശരിക്കും വിഷ്ണുമായ സ്വാമിനെ ധൈര്യമായി വിശ്വസിച്ചു, ആളെങ്ങോട്ട് ഇഷ്ടപ്പെട്ട് ആളോട് കൃത്യമായിട്ട് നമ്മളൊരു കാര്യം പറഞ്ഞു, ആൾ എന്തായാലും അതിന് നടത്താനുള്ള കാര്യങ്ങൾ ആൾ ചെയ്യും. അത് നമ്മൾ കാത്തിരിക്കണം. സ്വാമിക്കറിയാം എന്താണ് എപ്പോഴാണ് ചെയ്യേണ്ടത്, അതെന്താണ്. സ്വാമിയുടെ ഭക്തനെ സംരക്ഷിച്ചുകൊണ്ടാണ് ആൾ ആ കാര്യം ചെയ്യുള്ളൂ. അല്ലാണ്ട് നിങ്ങളെ പ്രശ്നത്തിൽ പെടുത്തിയിട്ട് നിങ്ങളുടെ കാര്യം നടത്തിയില്ല. അത് അങ്ങനെ ഒരു ചിന്താഗതി കൂടി ആൾക്കാർക്കുണ്ട്. ഇപ്പൊ ഇവിടെ ഒരു പൂജ ചെയ്തു, ഞാൻ കുറച്ച് പണം മുടക്കി ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ എനിക്ക് തിരിച്ചടി വരുമെന്ന്. ഒരിക്കലും സ്വാമിയുടെ അടുത്ത് വന്ന് കാര്യങ്ങൾ ചെയ്ത് കൃത്യമായി പോയി സ്വാമിയെ വിശ്വസിക്കുന്ന ആൾക്കാരെ കാര്യമായിട്ടാണ് പറഞ്ഞത്. സ്വാമിനെ ഒരു പണിക്കാരനാക്കി നമ്മളുടെ ഒരു അടിമയാക്കി ഞാൻ അങ്ങനെ കൊടുത്തിട്ടുണ്ടല്ലോ അതെന്തുകൊണ്ട് എനിക്ക് നടത്തി തരണം, അങ്ങനെ ചിന്തിക്കുന്നവരാണ് ഈ പലപ്പോഴും ഈ കമന്റിൽ വന്നിട്ട് എന്റെ പൈസ അവിടെ പോയി, എന്റെ പൈസ ഇവിടെ പോയി. അവരെന്ത് ഉദ്ദേശിക്കണേ, ആ അമ്പലത്തിലെ മഠാധിപതി അവരുടെ പണിക്കാരനും അവിടെയുള്ള ദേവൻ പണിക്കാരന്റെ പണിക്കാരനും. എന്തൊരു മോശമായ ഒരു കോൺസെപ്റ്റ് ആണത്. ദൈവത്തിനാണ് ചിന്തിക്കണേ. അവൻ പൈസ കൊടുത്തിട്ട് അവനോട് പറഞ്ഞിട്ടുണ്ടാ വിഷ്ണുമായ സ്വാമി വന്നിട്ട് പൈസ കൊടുത്തു എന്ന് പറയണ്ട. ഈ പറയുന്ന മഠാധിപതിയോ അവിടെയുള്ള ആൾക്കാരോ പറയണ്ടോ നിങ്ങളോട് വന്നിട്ട് അവിടെ വന്ന് പൂജ ചെയ്യണമെന്ന് പറയണ്ടോ? സ്വാമിയെ കുറിച്ച് പ്രചരിപ്പിക്കുന്നുണ്ട് എല്ലാവരും. അത് കണ്ട് നിങ്ങളുടെ സ്വാർത്ഥമായ താല്പര്യത്തിന് നിങ്ങൾ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോയാൽ നടക്കും. ഞാനിപ്പോ ഇത് പറയുന്നത് കോമൺ ആയിട്ടുള്ള കാര്യമാണിത്. പക്ഷേ ഇത് പറയേണ്ട കാര്യമായതുകൊണ്ട് ഞാൻ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പോ ഞാൻ പറഞ്ഞതിന്റെ പേരിൽ എന്നെ ചിലപ്പോ ക്രൂശിക്കും, അവൻ എന്താണ് ഇങ്ങനെ പറയണെന്നൊക്കെ പറയും. പക്ഷെ അതെനിക്കൊരു മാറ്ററല്ല. ചാത്തൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ വിഷ്ണുമായ സ്വാമി എന്ന് പറയുന്ന സംഭവം ആവട്ടെ, അതിന് ഉപാസിക്കുന്ന ആൾക്കാരാവട്ടെ, അവിടെ സ്വാമിയുടെ ശക്തി അനുഭവിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ നിൽക്കണേ. അപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്നുള്ള കാര്യങ്ങളുണ്ടല്ലോ നടത്തുന്നു പറഞ്ഞാൽ നടത്തിയിരിക്കും. അതിന് നിങ്ങൾ കാത്തിരിക്കണം. നിങ്ങൾ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നടത്തും. അത് എത്ര വലിയ ബുദ്ധിമുട്ട് സംഭവമാണെങ്കിലും നമ്മൾ സ്വാമി നമുക്ക് നടത്തി തരും, അത് ഉറപ്പാ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാവാനും കൃത്യമായി കാത്തിരുന്ന് നമ്മളുടെ കാര്യങ്ങൾ നേടിയെടുക്കാനുമുള്ള സ്വാമിയെ വിശ്വസിച്ച് പൂർണ്ണമായി വിശ്വസിച്ച് സ്വാമി നിങ്ങളുടെ കൂടെയുണ്ട്, സ്വാമി ഒരിക്കലും പണിക്കാരനല്ല, സ്വാമി നിങ്ങളുടെ ദൈവമാണ് എന്ന ചിന്തയിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ പൊയ്യാറം മഠത്തിൽ വന്നാൽ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുമെന്ന്, അങ്ങനെയുള്ള ആൾക്കാരുടെ കാര്യം നടക്കുമെന്ന് എനിക്ക് ഉറപ്പ് തരാനായിട്ട് പറ്റും. എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാവട്ടെ.